പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. യേശുവിൻ്റെ അടുക്കൽ വന്ന് ഒരു നിയമജ്ഞനോട് യേശു പറയുന്നതാണ് ഈ വാക്കുകൾ. ചോദ്യം ഇതായിരുന്നു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു അവനെക്കൊണ്ട് മറുപടി പറയിച്ചു, ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും. അപ്പോൾ സ്വയം ന്യായീകരിക്കാൻ ചോദിക്കുകയാണ്, ആരാണ് എൻ്റെ അയൽക്കാരൻ? അതിന് യേശു പറയുന്നത് ഒരു കഥയാണ്, സമറിയാക്കാരൻ്റെ കഥ. യാത്രാമധ്യേ കള്ളന്മാരുടെ കയ്യിൽപ്പെട്ട ഒരാൾ വഴിയിൽ മുറിവേറ്റ് കിടക്കുന്നു, അർത്ഥപ്രാണനായി. ഒരു പുരോഹിതൻ വന്നു കണ്ടു, കടന്നുപോയി. ലേവായൻ വന്നു, കടന്നുപോയി. സമറിയാക്കാരൻ വന്നു, കരുണ തോന്നി അവനെ മുറിവ് വെച്ച് കെട്ടി സത്രത്തിലാക്കി ശുശ്രൂഷിച്ചു. എന്നിട്ട് യേശു ചോദിക്കുകയും, ഈ മൂന്ന് ആരാണ് അവന് അയൽക്കാരനായത്? അപ്പോൾ അവൻ പറയും, അവനോട് കരുണ തോന്നിയവൻ ആരോ അവൻ. അപ്പോൾ യേശു പറയും, നീ പോയി അതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് ചോദിക്കുകയല്ല, എനിക്ക് എങ്ങനെ നല്ല അയൽക്കാരനാകാൻ സാധിക്കും? അയൽക്കാരൻ ആവശ്യത്തിന് സഹായിക്കുന്നവരാണ്. ഇവിടെ മുറിവേറ്റ് കിടന്നവന് അയൽക്കാരനായി, അവൻ സമറിയാക്കാരനാണ്. ഒരു സമൂഹത്തിൽ സ്ഥാനമില്ലാത്തവനാണ്, പക്ഷേ മുറിവേറ്റ് കിടക്കുന്നവൻ യഹൂദനുമായിരിക്കും. ആരെന്ന് നോക്കാതെ ആവശ്യം അനുഭവിക്കുന്ന അർഹിക്കുന്നവർക്ക് സഹായം കൊടുക്കാൻ ഞാൻ സന്നദ്ധമാവണം. അതാണ് സഹോദര സ്നേഹത്തിൻ്റെ അർത്ഥം. എൻ്റെ സഹോദരൻ എൻ്റെ ആവശ്യം, എൻ്റെ സഹായം അർഹിക്കുന്നവനാണ്. അപ്പോൾ അത് വർണ്ണ, വർഗ, ജാതി, മതഭേദമില്ലാതെ ആവശ്യം അനുഭവിക്കുന്നവരെ സഹായിക്കുക. അതാണ് യേശു പഠിപ്പിച്ചത്, അതാണ് ഇന്ന് സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അയൽക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ സഹായം അർഹിക്കുന്നവരാണ്. അപ്പോൾ എങ്ങനെ നല്ല അയൽക്കാരനാകാൻ സാധിക്കും? അതാണ് യേശു പറയുന്നത്, നീ പോയി അതുപോലെ ചെയ്യുക. അപ്പോൾ ഈ നിയമത്തിൻ്റെ കൊടുക്കുന്ന മറുപടി സമറിയാക്കാരൻ്റെ ഉദാഹരണമാണ്. ആ ഒരു മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ. ആവശ്യം അനുഭവിക്കുന്നവർ, അർഹിക്കുന്നവർക്ക് സഹായം കൊടുക്കാനുള്ള വഴിയേ